ചില അമ്മമാർ പറയാറുണ്ട്, മാഡം കുഞ്ഞ് കഴിക്കുന്ന ഭക്ഷണം അതേപോലെ തന്നെ മലത്തിൽ പോകുന്നു. എസ്പെഷ്യലി ക്യാരറ്റിൻ്റെ കഷ്ണങ്ങൾ, പയറിൻ്റെ കഷ്ണങ്ങളൊക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രോസസ്സ് ഓഫ് ഡൈജഷൻ എന്ന് പറയുന്നത് നമ്മുടെ വായിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഭക്ഷണം നന്നായിട്ട് ചവച്ച് അരച്ച് കഴിക്കുമ്പോഴാണ് അത് നന്നായിട്ട് ദഹിക്കുകയും ആ ദഹിക്കുന്നതിൽ നിന്ന് വേണ്ട ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുകയും ചെയ്യുന്നത്. നമ്മുടെ വായിലുള്ള ഉമിനീർ ഗ്രന്ഥികളിൽ നിന്ന് ഉമിനീർ ഉൽപ്പാദിപ്പിച്ചു വരുന്നതിൻ്റെ അകത്ത് തന്നെ പലതരത്തിലുള്ള ഡൈജസ്റ്റീവ് എൻസൈമും ഉണ്ട്. നമ്മുടെ വയറിൻ്റെ അകത്തുണ്ട്, കുടലിൻ്റെ അകത്തുണ്ട്. ചെറുകുടലിൻ്റെ അകത്തും ഒരു പരിധി വരെ നമ്മുടെ അബ്സോർഷൻ നടക്കുകയും അതിനുശേഷം അത് മലമായിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പം വയറ്, ചെറുകുടൽ, വൻകുടൽ, അതോടൊപ്പം തന്നെ പാൻക്രിയാസ് ഗ്രന്ഥികൾ, ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ചവച്ചരച്ച് കഴിക്കുന്ന ഭക്ഷണമാണ് ആയാൽ മാത്രമാണ് ഒന്ന് അബ്സോർഷൻ നന്നായി നടക്കുകയുള്ളൂ. അപ്പം ഇത് നന്നായിട്ട് ചവച്ചരയ്ക്കാത്തത് കൊണ്ടാണ് ഈ ഘടകമായിട്ട് തന്നെ പുറത്തേക്ക് പോകുന്നത്. അതിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യകത ഇല്ല. നമ്മൾ 6 മാസമാകുമ്പോൾ കട്ടിയാഹാരം കൊടുത്തു പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ കുഞ്ഞിനെ സെമി സോളിഡ്സ് ഫുഡ് കൊടുത്ത് പതിയെ പതിയെ 1 വയസ്സാകുമ്പോഴത്തേക്കും പല്ലൊക്കെ വന്ന് തുടങ്ങുമ്പോൾ സോളിഡ്സ് കഴിക്കാൻ പഠിപ്പിക്കുക ചെയ്യുന്നത്. അപ്പം ദിസ് പ്രോസസ് ഇസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. അതായത് ചവച്ചരച്ച് കഴിക്കാൻ കൊച്ചിനെ നമ്മൾ പഠിപ്പിച്ചെടുക്കുക ചെയ്യുന്നത്.